Hello everyone, PSC Educators എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. PSC എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാന പഠനമാണ് ഈ ചാനലിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കിഡ്ലൻ ടോപ്പിക്കുമായിട്ടാണ്. PSCക്ക് മാത്രമല്ല SSC, ബാങ്ക് എക്സാംസും അതുപോലെ വിവിധ കോമ്പറ്റേറ്റീവ് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇംഗ്ലീഷ് വൊക്കാബുലറി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് വൊക്കാബുലറി ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് സെറ്റ് മാത്രമാണ്. അതുകൊണ്ട് ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ മറ്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ വീഡിയോസ് കേൾക്കാം, പഠിക്കാം. ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. അപ്പോൾ ഇന്ന് വേർത്ത് ആയിട്ടുള്ള കുറേ വേർഡ്സ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ, അതാണ് നമ്മൾ ഇന്ന് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വൊക്കാബുലറി ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേർത്ത് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് നമുക്കിന്ന് കേൾക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ. ഫസ്റ്റ് ഇസ് അക്കംപ്ലിസ്, എ പേഴ്സൺ ഹു ഹെൽപ്പ് someone to do wrong. അക്കംപ്ലിസ് എന്താണ്? എ പേഴ്സൺ ഹു ഹെൽപ്പ് someone to do wrong. അക്കമ്പനി എന്നൊക്കെ പറയുമ്പോൾ കൂടെ പോവുക എന്ന്, അതേ മീനിങ് നോക്കുക. ഹെൽപ്പിംഗ് someone, പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡു റോങ്. എ പേഴ്സൺ ഹു ഹെൽപ്പ് someone to do wrong ആണ് അക്കംപ്ലിസ്. amateur, one who does something to satisfy his mind and not for money. amateur എന്താ? one who does something to satisfy his mind and it is not for money. ambivert. നെക്സ്റ്റ് ഇസ് ആംബിവേർട്ട്. ആംബിവോറസ് നമുക്ക് പരിചയമുള്ള വേർഡിനോട് സിമിലർ. അപ്പം എന്തോ ഒരു രണ്ട് കാര്യങ്ങൾ അല്ലേ? ആംബിവോറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആംബിവോറസ് ആനിമൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആംബിവേർട്ട്, എ പേഴ്സൺ ഹാവിങ് ബോത്ത് ദ ക്വാളിറ്റീസ് ഓഫ് an introvert and an extrovert. എ പേഴ്സൺ ഹാവിങ് ബോത്ത് ദ ക്വാളിറ്റീസ് ഓഫ് an introvert and an extrovert. നെക്സ്റ്റ് atheist, a person who doesn't believe in the existence of God. Doesn't believe in the existence of God. Agnostic എന്താ? a person who doubts the existence of God. atheist, agnostic, ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കുക. അപ്പോൾ person who doesn't believe in the existence of God എന്ന് പറയുന്നതാണ് atheist. ഓപ്പോസിറ്റ് theist, അറിയാമല്ലോ. agnostic, a person who doubts the existence of God. ദൈവമുണ്ടോ എന്ന് സംശയിക്കുന്ന വ്യക്തി, who doubts ആണ് agnostic. നെക്സ്റ്റ് alien, one who take refuge in a foreign land. നമുക്ക് പരിചയമായിട്ടുള്ള വേർഡാണ് alien. നമ്മൾ അന്യഗ്രഹ ജീവി എന്നൊക്കെ പറയുന്നത്, ഒരു അന്യഗ്രഹത്തിൽ നിന്ന് ഒരു അതിനാണ് നമ്മൾ പറയുന്നത് alien. ഓക്കെ, പക്ഷേ ഏലിയൻ്റെ എക്സാക്ട് മീനിങ് one who take refuge in a foreign land. ഒരു ഫോറിൻ ലാൻഡിൽ ജീവിക്കുന്ന ആളിനെ refuge, who take refuge in a foreign land ആണ് alien. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. Accomplice, a person who helps someone to do wrong. Amateur, one who does something to satisfy his mind and not for money. Ambivert, a person having both the qualities of an introvert and an extrovert. Atheist, a person who doesn't believe in the existence of God. Agnostic, a person who doubts the existence of God. Alien, one who take refuge in a foreign land. നമുക്ക് ഇത്രയും കിട്ടിയോന്നൊന്ന് നോക്കാം. ഓക്കെ, അക്കംപ്ലിസ് ആരായിരുന്നു? ആരെയോ അക്കമ്പനി ചെയ്യുന്ന ആൾ, പക്ഷെ എന്തിനാണ്? ടു ഡു റോങ്. സോ എ പേഴ്സൺ ഹൂ ഹെൽപ്പ് someone ടു ഡു റോങ്. നെക്സ്റ്റ് ഇസ് amateur. amateur എന്തായിരുന്നു? വൺ ഹു ഡസ് സംതിങ് ടു സാറ്റിസ്ഫൈ ഹിസ് മൈൻഡ് ആൻഡ് നോട്ട് ഫോർ മണി. അത് മച്ചുവർ ആയിട്ടുള്ള ആൾക്കാരെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് ഡിഫറെൻറ്റ് വേർഡാണ് എങ്കിലും ഞാൻ പറഞ്ഞു. മച്ചുവർ എന്ന് പറയുമ്പം ഓക്കെ, കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരു വ്യക്തി. എന്ന് പറയുന്ന പോലെ അമച്വർ വൺ ഹു ഡസ് സംതിങ് ടു സാറ്റിസ്ഫൈ ഹിസ് മൈൻഡ്, ആളുടെ മൈൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നു, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫോർ മണി. ആംബിവേർട്ട്. ആംബിവേർട്ട് രണ്ട് കാര്യങ്ങൾ, അപ്പം അതിൽ തന്നെയുണ്ട്. എ പേഴ്സൺ ഹാവിങ് ക്വാളിറ്റീസ് ഓഫ് എ ഇൻട്രോവേർട്ട് ആൻഡ് എ എക്സ്ട്രോവേർട്ട്. ഇൻട്രോവേർട്ടിൻ്റെയും എക്സ്ട്രോവേർട്ടിൻ്റെയും ക്വാളിറ്റീസ് ഉള്ള ആളിനെയാണ് ആംബിവേർട്ട് എന്ന് വിളിക്കുന്നത്. എത്തിസ്റ്റ്, ദൈവം ഇല്ല എന്ന് പറയുന്ന വ്യക്തി, ഹു ഡസൻറ്റ് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്.
ഓപ്പോസിറ്റ് ആണ് theist. Agnostic, one who doubts the existence of God. Alien എന്തായിരുന്നു? Who take refuge in a foreign land. ഒരു foreign landൽ refuge എടുക്കുന്ന ആൾ. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്രയും? നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. Altruist, a person who devotes his life to the welfare and interest of other people. Altruist, ആൾ, എല്ലാവർക്കും വേണ്ടിയിട്ട്. altruist, ട്രൂ എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾ, സത്യം എന്നൊക്കെയല്ലേ നമുക്ക് വരുന്നത്. അപ്പം altruist എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന വ്യക്തി. A person who devotes his life to the welfare and interest of other people. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തി നമുക്ക് പറയാം altruist. A person who devotes his life to the welfare and interest of other people. Again, ambidextrous, ഒരു ആംപി വേർഡ്. അവിടെയും എന്താണ്? രണ്ട് കാര്യങ്ങൾ അല്ലേ? അപ്പൊ ഇവിടെ എന്താ? ഡെക്സ്ട്രസ് എന്ന് പറഞ്ഞാൽ, ambidextrous എന്ന് പറഞ്ഞാൽ a person who can use both hands equally well. രണ്ട് ഹാൻഡ്സും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരെയാണ് ambidextrous എന്ന് നമ്മൾ പറയുന്നത്. ambidextrous, a person who can use both hands equally well. ഓക്കെ, അത് രണ്ടും കിട്ടിയല്ലോ. ഇനി അടുത്തത് blonde, a woman with light colored hair ആണ് blonde. brunette, a woman with dark hair. ഓക്കെ, blonde എന്താണ്? a woman with light colored hair. brunette, a woman with dark hair. ഓർത്തിരിക്കാമോ? ലൈറ്റ് കളേർഡ് ഹെയർ ഉള്ളതിന് ബ്ലോണ്ട്, എല്ലാം അതിനകത്തുണ്ടെന്ന് ഓർക്കാം. ബ്ലോണ്ട്, ലൈറ്റ് കളേർഡ് ഹെയർ. ബ്രൂനെറ്റ്, എ വുമൺ വിത്ത് ഡാർക്ക് ഹെയർ. നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല, വേർഡ്സ് അല്ല അത് രണ്ടും. ഓക്കെ, കിട്ടിയല്ലോ. ബ്ലോണ്ട് ഇസ് എ വുമൺ വിത്ത് ലൈറ്റ് കളേർഡ് ഹെയർ ആൻഡ് ബ്രൂനെറ്റ് എ വുമൺ വിത്ത് ഡാർക്ക് ഹെയർ. നെക്സ്റ്റ് ഇസ് ബാങ്ക്രപ്റ്റ്. നമ്മൾ കേട്ടിട്ടുള്ളൊരു വേർഡാണ്. എ പേഴ്സൺ ഹു ഇസ് അൺഏബിൾ ടു പേ ഹിസ് ഡെപ്റ്റ്. Okay, bankrupt, a person who is unable to pay his debt. Next, burglar, one who breaks into a house to commit theft. Burglar, one who breaks into a house to commit theft. Okay, കിട്ടിയോ ഇത്രയും? ഒന്നും കൂടെ നോക്കാം. Altruist, a person who devotes his life to the welfare and interest of other people. altruist, മറ്റുള്ള എല്ലാവർക്കും വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന വ്യക്തി. ഓക്കെ, ambidextrous, a person who can use both hands equally well. A person who can use both hands equally well. blonde എന്താ? yellow. a woman with light colored hair. brunette, a woman with dark hair. bankrupt, a person who is unable to pay his debt. burglar, one who breaks into a house to commit theft. നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാറുള്ള ഒരു വേർഡ് അല്ല burglar. ഓക്കെ, എങ്കിലും കേട്ടിട്ട് കാണും അല്ലേ? burglar, one who breaks into a house to commit theft. കിട്ടിയോ എല്ലാം? നോക്കാം. altruist, one who devotes his life to the welfare of others അല്ലേ? ambidextrous, a person who can use both his hands equally well. blonde, a woman with light colored hair. brunette, a woman with dark hair. bankrupt, a person who is unable to pay his debt. burglar, one who breaks into a house to commit theft. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. ഓക്കെ, അടുത്തത് ബിബ്ലിയോക്ലെപ്റ്റ്. ബിബ്ലിയോഗ്രഫി നിങ്ങൾ കേട്ടിട്ട് കാണും. ക്ലെപ്റ്റോമാനിയ കേട്ടിട്ടുണ്ടോ? ക്ലെപ്റ്റോമാനിയ is a person who is having a tendency to steal. ആണ് ക്ലെപ്റ്റോമാനിയാക്ക് നോക്കുന്നത്. ബിബ്ലിയോ മീൻസ് ബുക്സ്, ക്ലെപ്റ്റോമാനിയാക്ക് സ്റ്റീൽ ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളതാണ്. ബിബ്ലിയോക്ലെപ്റ്റ് എന്ന് പറയുമ്പോൾ one who steal books. എന്താണ്? one who steal books ആണ് biblioklept. careless, a person having no sympathy. careless എന്താണ്? a person having no sympathy. cannibal, one who feeds on human flesh. കേട്ടിട്ട് കാണും അല്ലേ? cannibal, one who feeds on human flesh.
Next, Carnation, a critical judge of art and taste. Carnation, a critical judge of art and taste. അടുത്തത് chaperone, one who accompanies as a guard to a young lady or to a group of people. One who accompanies as a guard to a young lady or to a group of people. എന്താണ് chaperone? അടുത്തത് coiffeur, the person who dresses up women's hair. Coiffeur എന്താ? The person who dresses up women's hair. കിട്ടിയോ? ഒന്നും കൂടെ നോക്കാം. Biblioklept, one who steals books. Callous, a person having no sympathy. Cannibal, one who feeds on human flesh. Connoisseur, a critical judge of art and taste. Chaperone, one who accompanies as a guard to a young lady or to a group of people. Coiffeur, the person who dresses up women's hair. ഇത്ര മനസ്സിലായില്ലേ? നമുക്ക് കിട്ടിയോന്ന് നോക്കാം. Biblioklept, one who steals books. Callous, a person having no sympathy. Cannibal, a person who feeds on human flesh. Connoisseur, a critical judge of art and taste. Chaperone, a person who accompanies as a guard to a young lady. Coiffeur, the person who dresses up women's hair. കിട്ടിയല്ലോ. നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. Conscript. Conscript എന്ന് പറഞ്ഞാൽ one who is compelled by law to serve as a soldier. One who is compelled by law to serve as a soldier. Credulous, a person who easily believes. പെട്ടെന്ന് വിശ്വസിക്കും. A person who easily believes. Dipsomaniac, one who has an irresistible desire for alcoholic drinks. Dipsomaniac, one who has an irresistible desire for alcoholic drinks. Next, egotist. Egotist is the one who thinks or speaks too much of himself. One who thinks or speaks too much of himself. Epicurist, one who is devoted to pleasure of eating and drinking. Epicurist is the one who devoted to pleasure of eating and drinking. Extrovert, a person predominantly concerned with external things. A person predominantly concerned with external things. അല്ലെങ്കിൽ ഒരു socially confident person എന്ന് നമുക്ക് പറയാം. Okay, extrovert കിട്ടിയല്ലോ. Conscript, one who is compelled by law to serve as a soldier. Credulous, a person who easily believes. Dipsomaniac, one who has an irresistible desire for alcoholic drinks. അവരങ്ങനെ ആയിരിക്കുമല്ലോ, ഡിപ്സോമാനിയക്. അവർ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കും. ഒന്ന് ചിന്തിക്കുക. ഡിപ്സോമാനിയാക്. ഈഗോട്ടിസ്റ്റ്, വൺ ഹു തിങ്സ് ഓർ സ്പീക്ക് ടു മച്ച് ഓഫ് ഹിംസെൽഫ്. ഈഗോ ഉള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി അങ്ങനെ ആയിരിക്കുമല്ലോ. Egotist, one who thinks or speaks too much of himself. Epicurist, one who is devoted to pleasure of eating and drinking. Extrovert, a person predominantly concerned with external things. അല്ലെങ്കിൽ a socially confident person. ഇത്രയും കിട്ടിയോ? നമുക്ക് നോക്കാം. Conscript, one who is compelled by law to serve as a soldier. One who is compelled by law to serve as a soldier. Credulous, one who believes easily. One who believes easily. Dipsomaniac, one who has an irresistible tendency to drink or having an irresistible desire for alcoholic drinks. Egotist, one who thinks or speaks too much of himself. One who thinks or speaks too much of himself. Epicurist, one who devoted to pleasure of eating and drinking. One who is devoted to pleasure of eating and drinking. Extrovert, a person
predominantly concerned with external things. Predominantly concerned with external things or socially confident person. Okay, ഇത്രയും വൊക്കാബുലറി നിങ്ങൾക്ക് കിട്ടിയോ? അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരുപാട് വേർഡ്സ് ആയാൽ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ പ്രയാസമായിരിക്കും. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വൊക്കാബുലറി ആയിരുന്നു. എല്ലാവർക്കും വേർഡ്സ് എല്ലാം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടാത്തവർ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കുക. 1-2 വട്ടം കേൾക്കുമ്പോഴത്തേനും നമ്മൾ എല്ലാവരും ആ വേർഡ്സ് പഠിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ക്ലൂ റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ആരെയെങ്കിലും മനസ്സിൽ ഓർത്തോ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഓർത്തു വെക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഇതിലെ പല വേർഡ്സും സ്പെല്ലിംഗ് കറക്ഷന് വേണ്ടി ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ആ വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. കാരണം സ്പെല്ലിംഗ് കറക്ഷനാണ് ചോദിക്കുന്നതിൽ നമ്മുടെ മാർക്ക് പോകരുതല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, പ്രയോജനപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. Give us the comments. Thanks for watching the video. Thank you.